അപ്പോൾ ഹലോ ഗൈസ്, അപ്പോൾ നിങ്ങളെല്ലാവരും റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് കോളേജ് ടൂറ്. കോളേജിനെ പറ്റി അറിയാനായിട്ട്. അപ്പോൾ ഞാനിന്ന് സൺഡേ ആണ്, ഞാനിന്ന് ഫുള്ള് കോളേജൊന്ന് കാണിച്ചിടാമെന്ന് വിചാരിച്ച്. അപ്പം ഞാൻ പഠിക്കുന്നത് ബാംഗ്ലൂർ കൃപാനിധി ഡിഗ്രി കോളേജിലാണ്. ഞാൻ BCA കോഴ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സെക്കൻഡ് ഇയർ ആയി. പിന്നെ ഞാൻ നിൽക്കുന്നത് സ്റ്റേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോളേജ് ഹോസ്റ്റലിൽ തന്നെയാണ്. അത് കോളേജിൻ്റെ ക്യാമ്പസിൻ്റെ ഉള്ളിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോ കാണാം. കൃപാനിധി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ വരുന്നത് കർമ്മൽറാം എന്ന് പറഞ്ഞ ഒരു സ്റ്റേഷൻ്റെ അടുത്തായിട്ടാണ്. അപ്പോൾ നാട്ടിൽ നിന്ന് വരുന്നവർക്കാണെന്നുണ്ടെങ്കിൽ സുഖമാണ്, 2 കിലോമീറ്റർ ഉള്ളൂ സ്റ്റേഷനിൽ നിന്ന് വരാനായിട്ട്. പിന്നെ കോളേജിൻ്റെ അടുത്ത് തന്നെയായിട്ട് കുറേ മലയാളി റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ കോളേജിൻ്റെ അടുത്ത് തന്നെയായിട്ട് കൃപാനിധിയുടെ ഒരു ക്ലിനിക്കും കൂടി ഉണ്ട്. സോ ഇറ്റ്സ് എ വീഡിയോ അബൌട്ട് ദ കോളേജ് ടൂർ, ഹൗ ഇറ്റ്സ് കോളേജ് ലുക്ക് ആൻഡ് ദ ബിൽഡിങ്സ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് ദി കോളേജ്. മെയിൻ തിങ്, അതായത് എനിക്ക് എന്താണ് ഫസ്റ്റ് തന്നെ ഇവിടുത്തെ വീഡിയോ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ്, ചെടികളും മരങ്ങളും എല്ലാം വെൽ മെയിൻറ്റൈൻഡ് ആണ്. പിന്നെ 35+ കൺട്രീസിൽ നിന്ന് സ്റ്റുഡൻസ് ഇവിടെ പഠിക്കാനായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ കോളേജിലെ മെയിൻ ഗേറ്റ് കടന്ന് നേരെ വരുമ്പോൾ തന്നെ ഉള്ളതാണ് MBAയുടെ ബ്ലോക്ക്. ഈ ന്യൂ മാനേജ്മെന്റ് ബ്ലോക്കിലാണ് MBA, അതേപോലെ തന്നെ PG സംഭവങ്ങളൊക്കെ അവിടെയാണ് വരുന്നത്. പിന്നെ നമ്മുടെ ഈ കോളേജ് April May സീസണൊക്കെ ആകുമ്പോൾ നല്ല പിങ്കിഷ് കളറാവും ഫുള്ള്. അപ്പോൾ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഏപ്രിൽ മാസമാണ്. വൈ ഇറ്റ്സ് നോട്ട് പിങ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് 2-3 മാസമായി കാണും. എക്സാം ഒക്കെ ആയതുകൊണ്ട് ഞാനത് അപ്ലോഡ് ചെയ്യാനായിട്ട് ഡിലേ ആയിപ്പോയതാണ്. MBA ബ്ലോക്ക് കഴിയുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ടൊരു വലിയ പാർക്കിംഗ് ഏരിയ വരുന്നുണ്ട്. ഇത് നമ്മുടെ പാർക്കിംഗ് ഏരിയ. പിന്നെ Element 7 എന്ന് പറഞ്ഞാൽ നമ്മുടെ ആനുവൽ ഫെസ്റ്റ് നടക്കുന്നത് ഇവിടെ തന്നെയാണ്. നമ്മുടെ കോളേജ് ബസ്സിന്റെ പാർക്കിംഗ് വരുന്നത് ഔട്ട് സൈഡാണ്. അതുപോലെ തന്നെ കോളേജിന്റെ ഉള്ളിൽ പാർക്കിംഗ് കിട്ടണമെന്നുണ്ടെങ്കിൽ പാർക്കിംഗ് പെർമിറ്റ് എടുക്കണം, എന്നാൽ നമുക്ക് കോളേജിന്റെ ഉള്ളിൽ പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ഈ കോളേജ് ടോട്ടൽ വരുന്നത് 11 ഏക്കറിലാണ്. കോളേജിലെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആണ് ഞങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മുടെ നല്ല വിൻ്റർ സീസൺ ആവാൻ വേണ്ടിയല്ലോ ഫുള്ള് ഇങ്ങനെ മഞ്ഞ് മൂടി പോലെ കിടക്കും. പിന്നെ നമുക്ക് ക്യാമ്പസിൽ 2 ബാസ്കറ്റ്ബോൾ കോർട്ട് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ കാണുന്നത് ഓൾ ബാസ്കറ്റ്ബോൾ കോർട്ടാണ്. അപ്പോൾ അതിൻ്റെ അടുത്തായിട്ട് തന്നെ ഷട്ടിൽ കളിക്കാനുള്ള ഏരിയയും നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ന്യൂ ബാസ്കറ്റ്ബോൾ കോർട്ട് ഉള്ളതുകൊണ്ട് ഇവിടെ ക്രിക്കറ്റും ഷട്ടിലുമാണ് മെയിൻലി നടക്കാറ്. ഈ കാണുന്നതാണ് ഫാർമസി ബ്ലോക്ക്. ഇവരുടെ ലൈബ്രറിയും പിന്നെ ലാബും എല്ലാം ഇവിടെ തന്നെ വരുന്നത്. അതുപോലെ തന്നെ ഓരോ ബ്ലോക്കിൽ അവരുടെ ലൈബ്രറിയും എല്ലാ സംഭവങ്ങളും എല്ലാം ഉണ്ടാവും. ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഡിഗ്രി ബ്ലോക്കിൻ്റെ ബാക്ക് സൈഡാണ്. അതുപോലെ തന്നെ മറ്റേ MCAയുടെ ഫ്രണ്ട് ഗേറ്റ് വരുന്നതും ഇവിടെ തന്നെയാണ്. ഇതാണ് നമ്മുടെ MCAയുടെ എൻട്രൻസ് വരുന്നത്. അവർക്ക് ഇതിലേ പോയിട്ടുണ്ടെങ്കിൽ ഡിഗ്രി ബ്ലോക്കായിട്ട് കണക്ഷൻ ഇല്ല. അതായത് ഒരൊറ്റ ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിലും ഡിഫറെൻറ്റ് ആയിട്ടാണ് സംഭവം വരുന്നത്. ബാച്ചിലേഴ്സ് ചെയ്യുന്നവർക്കും അതേപോലെ തന്നെ PG ചെയ്യുന്നവർക്കും ഡിഫറെൻറ്റ് ലാബാണുള്ളത്. പിന്നെ BCA ചെയ്യുന്നേക്കാളും കുറച്ചുകൂടി അപ്ഗ്രേഡ് വേർഷനാണ് അവർ യൂസ് ചെയ്യുന്നത്. അല്ലാതെ അതായത് ക്ലാസ് റൂംസ് ആയാലും അതുപോലെ ലാബായാലും കുറച്ചുകൂടി അപ്ഗ്രേഡ് വേർഷനാണ് യൂസ് ചെയ്യുന്നത്. ഈ കാണുന്നതും പാർക്കിംഗ് ഏരിയ തന്നെയാണ്. ഫാക്കൽറ്റീസിൻ്റെ ഒക്കെ പാർക്കിംഗ് ഏരിയ കോളേജിൻ്റെ ബാക്കിലായിട്ടാണ് വരുന്നത്, അതായത് ഇവിടെ ആയിട്ടാണ് വരുന്നത്.
അപ്പോൾ ഈ വഴി നേരെ വന്നിട്ടുണ്ടെങ്കിൽ നേരെ ഹോസ്റ്റലിലെ ബാക്ക് സൈഡിലേക്കാണ് എത്തുക. അവിടെ ആയിട്ടൊരു ഹെർബൽ ഗാർഡൻ ഉണ്ട്, കുറച്ച് പ്ലാന്റ്സും സംഭവങ്ങളൊക്കെ ആയിട്ട്. പിന്നെ നമ്മളിപ്പോൾ ഈ കാണുന്ന ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന ഈ ബിൽഡിംഗ് ആണ് ഹോസ്റ്റൽ ബ്ലോക്ക് വരുന്നത്. പിന്നെ ഈ നേരെ കാണുന്നതാണ് ഡിഗ്രി ബ്ലോക്ക്. അപ്പോൾ ഇത് രണ്ടും അടുത്തടുത്താണ് സംഭവം വരുന്നത്. ഹോസ്റ്റലും അതുപോലെ തന്നെ ഡിഗ്രി ബ്ലോക്കും അടുത്തടുത്തായിട്ട് വരുന്നത്. പിന്നെ ഹോസ്റ്റലിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയുന്നത് മെയിൻ ഗേറ്റ് 8:30 കയറിയിരിക്കണം. പിന്നെ ഹോസ്റ്റലിൽ കയറേണ്ടത് 9:30 ആണ്. അപ്പോൾ നമുക്ക് ക്യാമ്പസിൽ 9:30 വരെ, നൈറ്റ് 9:30 വരെ ഇരിക്കാനും ഫുഡ് കഴിക്കാൻ പോകാനായിട്ടും പറ്റും. പിന്നെ ഹോസ്റ്റൽ ഫുഡ് വരുന്നത് ക്യാൻറ്റീനിലാണ് വരുന്നത്. ഹോസ്റ്റലിൽ 2 ടൈപ്സ് റൂംസാണ് ഉള്ളത്, 2 ഷെയറിങ്ങും 4 ഷെയറിങ്ങും. പിന്നെ വിത്ത് കിച്ചൺ നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ടോപ്പ് ഫ്ലോറിലെ റൂംസ് ആയിരിക്കും കൂടുതൽ നല്ലതായിരിക്കുക. ഈ ബ്ലോക്കാണ് BBAയുടെ ബ്ലോക്ക് വരുന്നത്. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ടൈമിൽ ഇതിൻ്റെ പണി നടക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ ഫുള്ളി കംപ്ലീറ്റഡ് ആയി കഴിഞ്ഞിട്ടുണ്ട്. BBA ജനറലും BBA ഏവിയേഷനും ഇവിടെയുണ്ട്. പിന്നെ ഇപ്പോൾ കാണിച്ചു തന്നത് മുഴുവൻ പാർക്കിംഗ് ഏരിയ ആണ്. അതുപോലെ തന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ കണ്ടതാണ് നമ്മുടെ അക്കൗണ്ട്സ് വരുന്നത്. പിന്നെ ഇത് ക്യാൻറ്റീൻ്റെ ബാക്ക് സൈഡാണ് സംഭവം. പിന്നെ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് പോകുന്നാലാണ് ഇപ്പോൾ കാണിച്ചു തന്ന സംഭവങ്ങൾ മുഴുവൻ. അതായത് നമ്മുടെ BBAയുടെ ബ്ലോക്ക് വരുന്നത്. നമ്മൾ നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിഗ്രി ബ്ലോക്കിൻ്റെ അവിടേക്കാണ് വരുന്നത്. അതായത് ഈ വഴി കൂടിയാണ് നമ്മൾ എത്താം. പിന്നെ ഈ കോർട്ടിൻ്റെ ബാക്ക് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ ഫിസിയോതെറാപ്പി ബ്ലോക്കും അതുപോലെ തന്നെ നഴ്സിംഗ് ബ്ലോക്കും വരുന്നത്. ഡിഗ്രി ബ്ലോക്കിലാണെന്നുണ്ടെങ്കിൽ BCA, BCom, BA, BBA ഈ സംഭവങ്ങളൊക്കെ ഉണ്ട്. BCA ആയിട്ടാണ് കോഴ്സായിട്ട് വരുന്നത് എത്തിക്കൽ ഹാക്കിംഗ്, സൈബർ സെക്യൂരിറ്റി, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ബിഗ് ഡാറ്റ, ഡാറ്റാ സയൻസ്, ഡാറ്റ അനലിസ്റ്റ്, AI ഈ സംഭവങ്ങളൊക്കെ ഞങ്ങളുടെ ഇയറിൽ ഉണ്ടായിരുന്നു. ഓരോ ഇയറും മാറുന്നുണ്ടോ, ചിലപ്പോൾ മാറാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളൊന്നുകൂടി വെരിഫൈ ചെയ്തിട്ട് അഡ്മിഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. BCAയുടെ 3rd ഫ്ലോറിലായിട്ട് ഓറിയൺ ഹാൾ വരുന്നുണ്ട്. അതൊരു കോൺഫറൻസ് ഹാളാണ്.
ജിമ്മും ക്യാൻറ്റീനും അടുത്തടുത്താണ് വരുന്നത്. അതുപോലെ തന്നെ ക്യാൻറ്റീൻ സൺഡേ ആൻഡ് ഹോളിഡേയ്സിലാണെന്നുണ്ടെങ്കിൽ 9 സ്റ്റാർട്ട് ആവുള്ളൂ. അതല്ല നമ്മുടെ വർക്കിംഗ് ഡേയ്സിലാണെന്നുണ്ടെങ്കിൽ മോർണിംഗ് 7 സ്റ്റാർട്ട് ചെയ്യും. ക്യാൻറ്റീൻ നൈറ്റ് 9:30 വരെ നമുക്ക് അവൈലബിൾ ആയിരിക്കും. പിന്നെ സൺഡേയ്സും ഹോളിഡേയ്സും ആയിരിക്കും ടൈമിന് കുറച്ച് വേരിയേഷൻ വരാം. പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ അഥീനിയം ഓഡിറ്റോറിയം, അതായത് ക്യാമ്പസിൻ്റെ മെയിൻ ഓഡിറ്റോറിയമാണ് അഥീനിയം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ അഥീനിയം അണ്ടർ കൺസ്ട്രക്ഷനിലായിരുന്നു. പക്ഷേ ഞാൻ ഫുൾ പണി കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അഥീനിയത്തിൻ്റെ അടുത്ത് തന്നെയായിട്ട് അക്കൗണ്ട് സെഷനും അതുപോലെ തന്നെ ചെറിയൊരു കഫ്റ്റേരിയ ഉണ്ട്. പിന്നെ സ്റ്റുഡൻസിന് ഇരിക്കാനൊക്കെ ആയിട്ട് ഈ സ്റ്റഡി ഏരിയ പോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഹോസ്റ്റലിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇതേപോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ കോളേജിൽ പ്രീ യൂണിവേഴ്സിറ്റി ഉണ്ട്, അതായത് +1 +2 സ്റ്റുഡൻസിനോട് പഠിക്കാൻ പറ്റും. അപ്പോൾ ആ ബ്ലോക്കാണ് ഇപ്പോൾ തന്നെ കാണിച്ചത്. അതിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് നമ്മുടെ BBAയുടെ ബ്ലോക്കും വരുന്നത് കേട്ടോ. ഈ നേരെ കാണുന്നതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക്. നമ്മുടെ അഡ്മിഷന് വേണ്ടി എന്തെങ്കിലും എൻക്വയറീസിന് വരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് തന്നെ ഇവിടേക്കാണ് ചെല്ലേണ്ടത്. ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കോളേജ് ടൂർ പോലെയാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മോർ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ വേറെ അതനുസരിച്ചിട്ട് ഒരു വേറെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. കോളേജിനെ പറ്റി എല്ലാ ഡീറ്റെയിൽസുമായിട്ട് എന്തൊക്കെ കോഴ്സ് ഉണ്ടെന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ ഒരു വേറെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.